കൂടുതൽ കെമിക്കൽ അടിക്കുന്നതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിയെങ്കിൽ ഒരു ഗുളിക കഴിക്കുക, രണ്ടെണ്ണം എടുത്ത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എപ്പോഴാണ് ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത്? വീട് പണിയുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടു. എന്താണ് അതിന്റെ അഭിപ്രായം? പോലെ പൈസ വരുന്ന തോന്നും പോലെ ചെയ്യാന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നിയത് ഇതൊക്കെ മാറ്റി ഒരു സിസ്റ്റമായിട്ട് ഇതൊക്കെ ബിസിനസ് സക്സസ് വന്ന് തുടങ്ങിയെന്നുള്ളതാണ്. സോ ഈ പാറ്റ, പല്ലി, ചെതൽ എന്നൊക്കെ പറയുമ്പോൾ സുദർശനെ അല്ലെങ്കിൽ ഏഷ്യൻ പെസ്റ്റ് കൺട്രോളിനെ ഓർക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വൗ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? മീൻസ് പാറ്റയാണെങ്കിലും ശരി, പല്ലിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാം ചെറുത്തടക്കും, പിന്നെ ഔട്ട് സൈഡ് പോയി ചാവും. പക്ഷെ ഈ നിങ്ങളൊന്ന് ഈ കസ്റ്റമർക്ക് പറയുന്നതാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഉറുമ്പുപൊടിയാണെങ്കിൽ എന്തെങ്കിലും ഇട്ടെങ്കിൽ അത് ഉടനെ ചത്തു പോവുക. ഒറാർട്സിന്റെ ഫൗണ്ടേഴ്സ് ചിറ്റ് ചാറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുദർശൻ. താങ്കളുടെ ബിസിനസ് ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് എങ്ങനെയാണ് ഏഷ്യൻ പെസ്റ്റ് കൺട്രോൾ എന്ന കമ്പനി തുടങ്ങിയത്? ഞങ്ങള് ആക്ച്വലി ഇതൊരു 14 ഇയേഴ്സ് മുമ്പ് ഞങ്ങൾ ഈ പെസ്റ്റ് കൺട്രോളിലോട്ട് ആണ് വന്നത്. കാരണം ഞാൻ തുടങ്ങിയതെല്ലാം ഫിനാൻസിൽ ആ ഒരു സെക്ടറിലായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ഇതിലോട്ട് വരുന്നത്. പെസ്റ്റ് കൺട്രോൾ ഒരു ഫാമിലി ജോലിക്ക് മാനേജറായിട്ട് അവിടുത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ് ഞാൻ കയറിയത്. അവിടെ ഒരു 14 ഇയേഴ്സ് മുമ്പാണ്. അവിടെ ഒരു 7 ഇയേഴ്സ് വരെ അവിടെ വർക്ക് ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനി തുടങ്ങിയത്. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 ഇയേഴ്സ് ആയി. 8 വർഷം കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞങ്ങളെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു ഏഷ്യൻ പെസ്റ്റ് ആൻഡ് ക്ലീൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ആയിട്ടാണ് ടൈപ്പ്. അപ്പൊ അവര് ഫ്രാഞ്ചൈസി എടുത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് ഞങ്ങൾ ഒരു 3 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഓൺ ലൈസൻസ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഓൺ ബിസിനസ് ആയിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസസ് വരുന്നത്? പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പെസ്റ്റ് സർവീസും ഞങ്ങൾ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന 3 ടൈപ്സ് ഓഫ് സർവീസ്. ഒന്ന് ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്, ചെതലിന്റെ ട്രീറ്റ്മെന്റ്, ചെതൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. സെക്കൻഡ് വൺ കോമൺ പെസ്റ്റ് ആണ്, അറിയാമല്ലോ, പല്ലി, പാറ്റ, ഉറുമ്പ്, ചരണ്ടി എന്തുണ്ടെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. തേർഡ് വൺ റോഡന്റ്, അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളതാണ്, രീതി നമുക്ക് കൺട്രോൾ. ഈ 3 സർവീസാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഏഷ്യൻ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ പാറ്റ, പല്ലി, ചെതൽ എന്നൊക്കെ പറയുമ്പോൾ സുദർശനെ അല്ലെങ്കിൽ ഏഷ്യൻ പെസ്റ്റ് കൺട്രോളിനെ ഓർക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വൗ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഉണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ദിവസമായിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ, വീട്ടിൽ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ എല്ലാവരും പറയും ഇത് ഭയങ്കര സ്മെല്ലാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പൊതുവെ ഒരു അഭിപ്രായമുണ്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ ടീം അങ്ങനെ അല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങൾ താമസിക്കുമ്പോൾ തന്നെ ഹാംഫുൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു ക്വാളിറ്റി സർവീസ് മെയിൻ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏഷ്യൻ പെസ്റ്റ് കൺട്രോൾ. പൊതുവെ ഇതിന് കെമിക്കൽസ് കുറച്ച് ഹാംഫുൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അത്ര ഹാംഫുൾ അല്ല. ഞങ്ങൾ എല്ലാം ബെയറിന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ക്വാളിറ്റി പ്രോഡക്ട്സ് ലൈസൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് തന്നെ ഇത് അത്ര വലിയൊരു സംഭവം അല്ല എന്നാണ്. ആ ഒരു സംഭവത്തിനെ ഞങ്ങൾ ചെറുതാക്കി മൊത്തത്തിൽ. അത്രയും നമ്മൾ എപ്പോഴാണ് ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത്? വീട് പണിയുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടു. എന്താണ് അതിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, പല ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ചെതലിന്റെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീട് പണിയുമ്പോൾ തന്നെ അകത്ത് PCCക്ക് മുമ്പായിട്ട്, അതായത് നിങ്ങൾ തറ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മണ്ണ് ഇടിച്ച് ഉറപ്പിച്ച ശേഷം മസ്റ്റായിട്ട് ഇത് ചെയ്യുക. അങ്ങനെ അല്ല, കോൺക്രീറ്റ് ഇട്ട് പോയി, ഇപ്പൊ ഞാൻ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. തേർഡ് വൺ, നമുക്ക് അല്ലാതെ ഇപ്പൊ താമസിക്കുന്ന വീടുകളിലും ചെതലിലും നമുക്ക് 10 വർഷം വാറണ്ടിയോടും ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒന്ന് ഡ്രില്ല് ചെയ്തില്ലേ, അത് ചെതലിനുള്ളതല്ലായിരുന്നു? അതെ, അത് നമുക്ക് ചെതലിനുള്ളതാണ്. അത് ചേട്ടൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ നമുക്ക് വേറെ സ്മെല്ലൊന്നും ഇല്ലാതെ നിങ്ങൾക്കും ഒരു കസ്റ്റമർ, അതായത് ചേട്ടൻ ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് നമ്മൾ അത് ചെയ്തത്. അങ്ങനെ മാറി താമസിക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നെ പല്ലി, പാറ്റ, ഉറുമ്പ്, ചരന്തി ഇത് നമ്മൾ ഇയർലി പാക്കേജ് ആണ് വരുന്നത്. ഇതും നിങ്ങൾക്ക് ചേട്ടൻ താമസിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. ഈ AMC ആണോ നല്ലത്, അതോ വൺ ടൈം ട്രീറ്റ്മെന്റ് ആണോ ഇതിന് നല്ലത്? വൺ ടൈം എന്ന് പറയുന്നത്, ഇപ്പൊ ചേട്ടൻ ഗൾഫിലാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പുറത്താണ്, അവര് വീട് കൂട്ടി കിട്ടുന്നു, അങ്ങനെയാണെങ്കിൽ വൺ ടൈം ചെയ്തിട്ട് പോവാം. കുറച്ച് ഹാമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും, കുറച്ച് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അല്ലാതെ താമസിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. AMC തന്നെയാണ് എവറി 4 മന്തിൽ നമ്മൾ വന്ന് സർവീസ്. നമ്മൾക്ക് കൂടുതൽ കെമിക്കൽ അടിക്കുന്നതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിയെങ്കിൽ ഒരു ഗുളിക കഴിക്കുക, രണ്ടെണ്ണം എടുത്ത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എവറി 4 മന്ത് നമ്മൾ സർവീസ് ചെയ്ത് പോവുക. അത് AMC കോൺട്രാക്ട് ആണ്. കാരണം ഓരോ ഇൻസെക്റ്റിനും ഓരോ സീസണാണ്. ആ സീസണബിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ AI യൂസ് ചെയ്യുന്നത്. ഈ ടെർമൈറ്റ് അടിക്കുന്ന കാര്യം പറയും. ഈ ടെർമൈറ്റ് അടിച്ചാൽ എത്ര നാളുണ്ടാവും അതിന്റെ ഗുണം? നമ്മള് ചെതലിന്റെ വർക്ക് നമ്മളിപ്പോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു 10 ഇയേഴ്സ് ആണ് ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന വെച്ചാൽ ഒരു വീടിന് ഇപ്പം പെയിന്റ് അടിക്കുന്ന എപ്പോഴാണ്, എത്ര വർഷത്തിൽ പെയിന്റ് അടിക്കും? 8 വർഷത്തിൽ അടിക്കാം, 10 വർഷത്തിൽ അടിക്കാം. Correct. അപ്പൊ ആ ടൈം എല്ലാ കൊല്ലം അടിക്കുന്നവരും ഉണ്ട്. എല്ലാ കൊല്ലം അടിക്കുന്നുണ്ട്, ആ. 10 വർഷത്തിൽ അടിക്കും. Correct, correct. ആ 10 ഇയേഴ്സില് നമ്മൾ കുട്ടിയിടുന്ന പോലെ പെയിന്റ് അടിക്കുന്ന പോലെ ഇതൊരു മാൻഡറ്ററി ആയിട്ട് ഒരു വർക്കായിട്ട് വച്ചു പോകും. എങ്കിൽ നിങ്ങൾക്ക് അടുത്ത 10 ഇയേഴ്സ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ 15 ഇയേഴ്സോ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. 10 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വരത്തില്ല, 15 ഇയേഴ്സ് വരെ പോകും. പക്ഷെ നിങ്ങൾ അടുത്ത പെയിന്റിങ്ങിന് ആ ഒരു പെയിന്റിങ്ങിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വാറണ്ടി തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഈ പെസ്റ്റ് കൺട്രോൾ ബിസിനസ് തുടങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? മെയിൻലി ലൈസൻസ് ആണ്. ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കെമിക്കൽ കൊണ്ടടിക്കുക അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ് വാങ്ങിക്കുക എന്നുള്ളതല്ല. നമുക്ക് മെയിൻ ആയിട്ട് CFTRI, സെൻട്രൽ ഗവൺമെന്റിന്റെ നമുക്കൊരു കോഴ്സ് ഉണ്ട്. അത് ഞങ്ങൾ ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നവർ ആദ്യം നമുക്കത് കോഴ്സ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്യൂമിഗേഷൻ കോഴ്സ് ഉണ്ട്, അതിന് പരിതാപമില്ല. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്കത് BSc അഗ്രിയോ BSc കെമിസ്ട്രിയോ ഒക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഈ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്താലും നമ്മളെ ഗവൺമെന്റിൽ ഈ ലൈസൻസ് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാം പക്കയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടും. കേരളത്തിൽ ഒത്തിരി ഈ പെസ്റ്റ് കൺട്രോൾ അവർക്ക് ലൈസൻസ് ഇല്ലാത്തവരുണ്ടെന്ന് പറയുന്നുണ്ട്, ഉള്ളതാണ്? ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ മൊത്തം കൂടുതൽ 150 കമ്പനികൾ കാണുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ 55-60 ഈ ഇത്ര കമ്പനികൾക്ക് മാത്രമേ ലൈസൻസ് ആയിട്ട് ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് വിൽക്കുന്ന ലൈസൻസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. പെസ്റ്റ് കൺട്രോൾ സർവീസ് വരുമ്പോൾ ഇത്ര ലൈസൻസ് ഒന്നും ഇല്ല. ഈ ലൈസൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാനും പാടില്ല, കെമിക്കൽ റിയാക്ഷൻ ഉള്ളതും. ഓക്കെ, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ. ഇപ്പം ഈ ഒരു ഇൻസെക്ട് വീട്ടിലുണ്ടെങ്കിൽ അതൊരു ഗുഡ് ലക്ക് ആയിട്ടും ഓഫീസിലുണ്ടെങ്കിൽ അതൊരു ബാഡ് ലക്ക് ആയിട്ടും പറയും. പെസ്റ്റ് കൺട്രോൾ എന്ന നിലയിൽ താങ്കൾ അത് അറിയേണ്ടതാണ്. എന്താ എലി ആയിരിക്കത്തില്ലേ? ഒരു പെസ്റ്റ് കൺട്രോളർ പറയുന്ന ഉത്തരവാണ്? അല്ല അല്ല അല്ല, എന്താണ്? പല്ലിയുടെ കേസാണ്. പല്ലി. ഈ പെസ്റ്റ് കൺട്രോൾ ബിസിനസ്സിൽ താങ്കൾ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു 3 ചാലഞ്ചസ് പറയാം. മെയിൻ ചാലഞ്ച് നമ്മളിവിടെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാഫിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പം ബിസിനസ് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയുന്നത്, ബംഗാളി പോലെ ഞങ്ങളെ കമ്പനി ഇതുവരെ ഒരു ബംഗാളിയോ ഹിന്ദിക്കാരെയോ ഇതുവരെ ജോലിക്ക് വെച്ചിട്ടില്ല. ഓൺലി മലയാളീസിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടെക്നിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇൻസെക്ട് ഒരു ഫോർമുല വെച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ചുമ്മാ വെറുതെ കൊണ്ട് ഒരു സ്പ്രേ ചെയ്തെന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇൻസെക്ട് ഒന്നും മാറത്തില്ല. അതൊരു ചാലഞ്ചാണ്. ഓരോ സൈറ്റിൽ പോകുമ്പോൾ ഓരോ ചാലഞ്ചാണ്. ഇപ്പൊ ഇങ്ങനെ പല്ലി വരുന്നുണ്ട് അല്ലെങ്കിൽ പാറ്റ വരുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് അതിനൊന്നും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ചാലഞ്ചാണ്. ആ പല്ലി എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ എലി പുറത്തുനിന്ന് വരുന്നത്, അതും ഒരു ചാലഞ്ചാണ്. നമുക്ക് എല്ലാം ഉള്ളതുപോലെ നമുക്ക് എന്താ പറയാ, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ ചാലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്, അത് സക്സസ് ആണ്. എല്ലാവരും പറയുന്ന ഒരു കേസാണ് ഈ സ്റ്റാഫിംഗ് ഒരു വലിയ ചാലഞ്ചാണെന്ന് പറയുന്നത്. ഓക്കെ, ഈ മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു നടനുണ്ട്, അറിയൂ? കലാഭവൻ. കറക്റ്റ്, കലാഭവൻ. അതുപോലെ താങ്കളും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് എന്ന് ഞാൻ കേട്ടു. എന്താണ് എന്റെ അകത്ത് താങ്കൾ പറയാനുള്ളത്? ഒറ്റയ്ക്ക് അല്ല, ഞാൻ എന്റെ കൂടെ വഴിവെട്ടി എന്റെ അളിയനും കൂടെ ഉണ്ട്. അളിയനും ഉണ്ട് വഴിവെട്ടാൻ. ഓക്കെ, ഫാമിലി ബിസിനസ് ആണ്. എനിക്ക് വലിയ സപ്പോർട്ടാണ്. വൈഫിന്റെ ആങ്ങളാ? വൈഫിന്റെ എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. ഓക്കെ, സിസ്റ്ററിന്റെ. അതുകൊണ്ട് ഞാൻ ഈ നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഇന്നും എനിക്ക് എന്തൊരു സപ്പോർട്ടാണെങ്കിലും കൂടെ ഉണ്ടാവും. ഒരു ചോദ്യം, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ പറ്റി എന്താണ് താങ്കൾ പറയാനുള്ളത്? പാർട്ട്ണർഷിപ്പിന് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ചിലവാണിച്ച് വിരിയും, ചിലപ്പോൾ കെമിസ്ട്രി ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു സപ്പോർട്ടായിട്ട് എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ വേണം. അത് എന്റെ ഈ പാർട്ട്ണർഷിപ്പായിട്ട് എന്റെ അളിയനെ തന്നെ ഞാൻ വർക്കാവും. പിന്നെ ഞങ്ങള് മുമ്പോട്ട് പോകാനും ബാക്കിൽ ഒരാളുണ്ട് ഇപ്പോഴും എന്നുള്ള ഒരു ധൈര്യമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്കൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്കാരനാണോ അല്ലയോ? ഞാനാണ്, സക്സസ്ഫുൾ ആണ്. സോ അങ്ങനെ സക്സസ് ആവാൻ താങ്കൾക്കുള്ള 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ബിസിനസ്സിൽ ഒരു ഡിസിപ്ലിൻ വേണം. അത് നമ്മള് സിസ്റ്റം ആണെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ ആദ്യം അതിനകത്ത് മെയിൻ ചെയ്യാം. സിസ്റ്റം മീൻസ് ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ എത്ര ബഡ്ജറ്റ് മാർക്കറ്റിങ്ങിന് ചെലവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സിസ്റ്റം വേണം. നമ്മൾ തോന്നും പോലെ പൈസ വരുന്നു, തോന്നും പോലെ ചെയ്യാന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നിയത് ഇതൊക്കെ മാറ്റി ഒരു സിസ്റ്റം ആയപ്പോൾ ഇതൊക്കെ ബിസിനസ് സക്സസ് വന്ന് തുടങ്ങിയെന്നുള്ളതാണ്. മനസ്സിലായി. ഓക്കെ, നമ്മളിപ്പോ ഒരു പരസ്യത്തിനകത്ത്
നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് ഈ പെസ്റ്റിസൈഡ്സിലെല്ലാം. അപ്പൊ അതിൽ കാണിക്കുക അടിക്കുന്നു, അപ്പം തന്നെ പാറ്റ ചാവുന്നു, ഉറുമ്പ് ചാവുന്നു എന്നുള്ളതാണ്. അതിന്റെ പോസിറ്റീവ് സെൻസ് പെട്ടെന്ന് ചാവുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ പെട്ടെന്ന് ചാകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഹാംഫുൾ ആയിരിക്കും അത് എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അകത്തുനിന്ന് പറയാനുള്ളത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുമ്പോൾ കസ്റ്റമർ പറയാറുണ്ട്, നിങ്ങൾ അടിച്ചിട്ട് പോയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ചാകുന്നില്ല, ഓടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ പക്ഷെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എല്ലാം ചത്തു കിടക്കും. മീൻസ് പാറ്റയാണെങ്കിലും ശരി, പല്ലിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാം ചത്തു കിടക്കും. പിന്നെ ഔട്ട് സൈഡ് പോയി ചാവും. പക്ഷെ നിങ്ങളൊന്ന് ഈ കസ്റ്റമർ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഉറുമ്പ് പൊടിയാണെങ്കിൽ എന്തെങ്കിലും ഇട്ടെങ്കിൽ അത് ഉടനെ ചത്തു പോവുക. അപ്പൊ അത്രത്തോളം അതിനകത്ത് ഹാംഫുൾ ഉണ്ട്. ഇതിപ്പോ തൊട്ടടുത്ത് നിങ്ങളെ കുട്ടികളുണ്ടാവാം. ഇപ്പൊ നിങ്ങളൊരു എന്തെങ്കിലും എടുത്ത് അടിക്കുന്നുണ്ട്, അടിക്കുമ്പോൾ ഇത് അവർ ശ്വസിക്കും. ഇതുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊരു സഡൻലി ഉള്ള ഒരു സോൾവേഷൻ അല്ല, പെർമനന്റ്ലി ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇത്ര നിൽക്കാമെങ്കിൽ 20 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ എത്താലും മതി. വേവോളം നിൽക്കാമെങ്കിൽ പിന്നെ ആവോളം നിൽക്കാം. സോ സുദർശൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ കസ്റ്റമറെ പിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. സെക്കൻഡ് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. തേർഡ് നമ്മളെ ഇതുപോലെ നെറ്റ്വർക്കിംഗ്, നമ്മൾ അതാണല്ലോ മെയിൻ. കാരണം ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയുക, അത് BNI പോലത്തെ നമുക്ക് BNI പിന്നെ ഇങ്ങനത്തെ നെറ്റ്വർക്കിംഗ് നമുക്കുണ്ട്. അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടി കസ്റ്റമർ തന്നെ മാർക്കറ്റിംഗ്. സുദർശൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ് സക്സസ് ആവാൻ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? ഒരു ബിസിനസ് സക്സസ് ആവാൻ ഞാൻ പലർക്കും പല രീതിയാണ്. ചിലവർ 6 മാസം, 1 വർഷം, 2 വർഷം എന്ന് പറയും. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 3 വർഷമെങ്കിലും ഒരു സർവീസ് ബേസ്ഡ്, കാരണം ഒരു കസ്റ്റമറിന് നമ്മൾ ഒരു 3 വർഷം വേണം. കാരണം നമ്മൾ ഓരോ ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആ 3 വർഷം നമ്മൾ ഒരു ഇൻകമും അതിൽ നിന്ന് എടുക്കാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ ബിസിനസ് സെറ്റിൽ ആവും. ഇപ്പൊ 3 കൊല്ലത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും അധികം പ്രതീക്ഷിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതെ, അങ്ങനെ ആണെങ്കിൽ എന്റേത് മാത്രം അഭിപ്രായമാണ്. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അല്ല, ഇതേ ചോദ്യം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ചില 6 മാസം എന്ന് പറഞ്ഞവരുണ്ട്, 1 കൊല്ലം എന്ന് പറഞ്ഞവരുണ്ട്, 2 പറയും, 3 ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 3 ഇയേഴ്സ് ആ ബിസിനസ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സക്സസ് ആണ്. അതിനുശേഷം നമുക്ക് റിട്ടേൺ വന്നോളൂ. ശരി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഫൗണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അവരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള 2 ഉപദേശം അല്ലെങ്കിൽ 3 ഉപദേശം പറയാം. ഫസ്റ്റ് ഉപദേശം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മളുടെ കിങ് ആണ്. കസ്റ്റമറിന് നമ്മൾ ക്വാളിറ്റി സർവീസ് കൊടുക്കുക. കസ്റ്റമർ നമ്മൾ പുതിയ കസ്റ്റമർ കൊണ്ടുവരും. നമ്മൾ ഒരു കസ്റ്റമറിനെ ഉള്ള കസ്റ്റമർ നമ്മൾ നോക്കാതെ പുതിയ കസ്റ്റമറിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഒരു സൈഡ് വരും, ഒരു സൈഡ് പോകും. അതുകൊണ്ട് നമുക്ക് ഉള്ളവർക്ക് ആദ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് സർവീസ് കൊടുക്കുക. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് എല്ലായിടത്തും പറയാനുള്ളത്. ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, AMC കോൺട്രാക്ട് തരത്തില്ല, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാതെ എല്ലാവർക്കും പറയാനുള്ളതും ഇത് തന്നെയാണ്, കസ്റ്റമർ ഇസ് കിങ്. കസ്റ്റമറിന് ആദ്യം സാറ്റിസ്ഫാക്ഷൻ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കണ്ടുപോകും. സോ കസ്റ്റമർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ക്വാളിറ്റി സർവീസ് കൊടുക്കുക, പിന്നെ ഫോളോ അപ്പ് പ്രോപ്പർ ആയിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുക. ഒരു കസ്റ്റമർ അവർക്ക് ഒന്ന് വിളിച്ച് ചീത്ത വിളിക്കാനെങ്കിൽ നമ്മൾ ഫോൺ എടുക്കുക. ദേഷ്യം വരുന്നേ, ഒന്ന് വിളിച്ച് 2 ചീത്ത വിളിച്ചാൽ അവര് മിണ്ടാതിരിക്കും. നമ്മൾ ഫോൺ എടുക്കാതെ നിന്നിട്ട് ഒരു കാര്യമില്ല. സോ പാറ്റ, പല്ലി, എലി, ചെതൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുദർശനെ ഓർമ്മ വരിക. ഏഷ്യൻ പെസ്റ്റ് കൺട്രോളിനെ കോൺടാക്ട് ചെയ്യുക. സുദർശൻ, എല്ലാവിധ ആശംസകളും. കൂടുതൽ പാറ്റ, പല്ലി, ഉറുമ്പ്, ചെതൽ ഇവരെയൊക്കെ കൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.